ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്രിസ്മസ് ക്രിബ് ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ക്രിബ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അവിടെ ഫുള്ളായിട്ട് ഒരു വൈറ്റ് ഷീറ്റ് വിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻട്രലായിട്ട് തന്നെ നമ്മുടെ ക്രിബ് ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ ഈ ക്രിബിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഞാൻ ലൈറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊരു വാം ആയിട്ടുള്ള ലൈറ്റാണ്. ഈ ലൈറ്റ് മാത്രം മതി ഈ ക്രിബിൽ ഫുൾ ലൈറ്റിന് വേണ്ടിയിട്ട്. ആൻഡ് ഇതിട്ട് ലൈറ്റ് ഓൺ ആക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ക്രിബ് കാണാനും. അപ്പോൾ ഈ സൈഡിലായിട്ട് ഞാനിവിടെ നമ്മുടെ ട്രീ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെ അടുത്തായിട്ട് നമ്മളുണ്ടാക്കിയ റെഡ് കളർ ട്രീയും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഈ 2 ട്രീ ആണ് വെച്ച് കൊടുക്കുന്നത്. ഇനി അപ്പുറത്തെ സൈഡിൽ ഫസ്റ്റ് തന്നെ നമ്മളുണ്ടാക്കിയ ടേബിൾ ഡെക്കോർ ട്രീ ആണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളുണ്ടാക്കിയ വലിയ ക്രിസ്മസ് ട്രീയും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സൈഡിലും 2 ട്രീ വീതം മൊത്തത്തിൽ 4 ട്രീ ആണ് നമ്മൾ ഈ പുൽക്കൂടിൽ വെച്ച് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ സ്റ്റോൺ ഉണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് നമ്മളൊരു വഴി പോലെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുണ്ടാക്കിയ ക്രിബിൻ്റെ വാതിലുണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ വഴി പോലെ 2 സൈഡിലും കൊടുക്കുന്നത്. അങ്ങനെ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി നോക്കാം. അടുത്തതായിട്ട് ഞാനവിടെ ചെയ്യുന്നത് കുറച്ച് പെബിൾസ് ഇങ്ങനെ ഈ സൈഡിൽ നിരത്തിയിട്ട് കൊടുക്കുകയാണ്. കുറച്ചധികം പെബിൾസ് ഞാനിങ്ങനെ ഇടുന്നുണ്ട്. അങ്ങനെ അത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഒരു ബോർഡർ പോലെ നമ്മുടെ പിസ്തയുടെ തോടുണ്ടല്ലോ, അതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. 3 സൈഡിലായിട്ടാണ് ഞാനിങ്ങനെ പിസ്തയുടെ തോട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളുണ്ടാക്കിയ ഈ ഒരു കുളം ഉണ്ടല്ലോ, ഇത് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ നമ്മളുണ്ടാക്കിയ പാലം കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കിയ വീട് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കാർഡ്ബോർഡ് ബോക്സ് കൊണ്ട് ഉണ്ടാക്കിയ വീടും കൂടി ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 2 ട്രീ ഉണ്ടാക്കിയിട്ടില്ലേ, അതിൽ പൈപ്പ് ക്ലീനർ വെച്ചുണ്ടാക്കിയ ട്രീ ഈ ഒരു ഭാഗത്തും പിന്നെ നമ്മൾ പേപ്പർ വെച്ചുണ്ടാക്കിയ ട്രീ അപ്പുറത്തെ സൈഡിലുമായിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അടുത്തതായിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ചെറിയ പീസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു വഴിയുടെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മൾ വെച്ച വീടിൻ്റെ ഫ്രണ്ടിലും കൂടി ഈ ഗ്രാസ് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ പാലത്തിൻ്റെ സൈഡിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പാലത്തിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ, ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ അതങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലുള്ള ഓൾമോസ്റ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു റാന്തലും പിന്നെ ഒരു കാൻഡിലും മാത്രമേ വെക്കുന്നുള്ളൂ. ബാക്കി പാർട്ട് 2 വീഡിയോയിൽ കാണാം.